everyone, welcome to Learnwise. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു പേപ്പറാണ്. പുതിയ പേപ്പർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പല പേപ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സൈക്കോളജി എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് കുറേ അബ്നോർമൽ സൈക്കോളജി, കുറേ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി, റിസർച്ച് ഇതൊക്കെ പഠിക്കുന്നതിനൊപ്പം തന്നെ എങ്ങനെയാണ് സൈക്കോളജി ഉണ്ടായി വന്നത്, ആദ്യത്തെ എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫാദർ ആരാണ്, ഇതിൽ എന്തൊക്കെ കൺസെപ്റ്റുകൾ ആദ്യമായിട്ട് ഉണ്ടായിരുന്നു എന്നൊരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാവും. പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുകയാണ്, ഓക്കെ ഈ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എങ്ങനെ ഉണ്ടായി വന്നു, അതൊരു സയൻസ് ആണോ പ്രോപ്പറായിട്ട്, എങ്ങനെ അത് സയൻസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള തിയറികൾ എന്തൊക്കെയാണ്, ആദ്യമായിട്ടുണ്ടായ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ഉത്തരവില്ല എങ്കിൽ പിന്നെ സൈക്കോളജി പഠിച്ചിട്ട് എന്താ കാര്യമല്ലേ, ഇതൊന്നും അറിയില്ല പിന്നെ നിങ്ങളതിനെ സൈക്കോളജി പഠിക്കുന്നത് അവർ നമ്മളോട് ചോദിക്കുമല്ലേ. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇഗ്നോയുടെ ഈ ഒരു BPCC-106 ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടിൽ നിങ്ങൾക്ക് നമ്മുടെ സൈക്കോളജിയുടെ ഹിസ്റ്ററിയാണ് പഠിപ്പിക്കുന്നത്. വെറും ഒരു ഫിലോസഫിയിൽ നിന്ന് അല്ലെങ്കിൽ ഫിലോസഫിയും ഫിസിയോളജിയും കൂടെ ഉണ്ടായതിൽ നിന്ന് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു സബ്ജക്റ്റ്, ഒരു സംഭവം എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് ഈ ഒരു ഹോൾ പേപ്പറിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്, ഡിഫറെൻറ്റ് തിയറിസ്റ്റുകളുണ്ട്, പുതിയ പല സംഭവങ്ങളും നിങ്ങൾക്ക് പോകെ ഇതിൽ മനസ്സിലാവും. സോ നിങ്ങൾക്ക് ഇതിൽ 5 ബ്ലോക്കുകളാണുള്ളത്. അപ്പം ഈ 5 ബ്ലോക്കുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലോക്ക് നമ്പർ 1 സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. ഈ ഒരു ബ്ലോക്കിൽ 2 യൂണിറ്റ് ആണുള്ളത്. ആദ്യത്തെ യൂണിറ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് കോൺട്രിബ്യൂഷൻസ് ടു മോഡേൺ സൈക്കോളജി വിച്ച് ഇസ് ഹെൽമോൺസ്, ഫെച്ച്നർ, അതേപോലെ തന്നെ വുണ്ട് ആൻഡ് ജെയിംസ്. സോ ആദ്യത്തെ ഒരു ബ്ലോക്കിൽ ഒരു സൈക്കോളജിയുടെ പഴയ പെർസ്പെക്റ്റീവ്, അതായത് ഒരു ഫിലോസഫിയിൽ നിന്ന് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് സൈക്കോളജി എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതും, നമ്മുടെ സൈക്കോളജിയിലെ ആദ്യത്തെ മോഡേൺ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് ഫെച്ച്നർ, അതുപോലെ ഹെൽമോൺസ്, വില്യം ജെയിംസ്, വില്യം വുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ. സോ ഇവരുടെ തിയറികളും ഇവരുടെ കൺസെപ്റ്റുകളും ഇവരുടെ കോൺട്രിബ്യൂഷനുകളും ഇവരുടെ പുസ്തകങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്ക് 1 ഹോളായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ ഏർലി സൈക്കോളജിയാണ്. ഏർലി സൈക്കോളജിയിൽ 3 യൂണിറ്റുകളാണുള്ളത്. 3 യൂണിറ്റ് പറയുമ്പം അസോസിയേഷനിസം, സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസം ആണ്. അപ്പം ഇതിൽ യൂണിറ്റ് 3 എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു യൂണിറ്റ് 3 നമ്മൾ ഹോബ്സ്, ലോക്സ്, ഹ്യൂണെ, അതുപോലെ മിൽ ആൻഡ് ബെയിൻ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ലേണിംഗ് തിയറീസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 4 വരുമ്പോൾ വുണ്ടിൻ്റെയും ടിച്ച്നറിൻ്റെയും ഒക്കെ എക്സ്പെരിമെൻറ്റ്സ്, കാര്യങ്ങൾ, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് നമ്മൾ യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 5 ഡാർവിൻ, ഗാൾട്ടൺ, റെമനോസ് അങ്ങനെയുള്ള മോർഗൻ പോലെയുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഫങ്ഷണലിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് സൈക്കോ ഡൈനാമിക് അപ്രോച്ചാണ്. ഇത് സൈക്കോ ഡൈനാമിക് അപ്രോച്ചിൽ സൈക്കോളജിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2 യൂണിറ്റ് ആണുള്ളത്. ഒന്ന് സൈക്കോ ഡൈനാമിക്, ഫ്രൂയിഡിനെ റിലേറ്റഡ് ആയിട്ട് ഫ്രൂയിഡിൻ്റെ കൺസെപ്റ്റുകൾ, ഫ്രൂയിഡിൻ്റെ തിയറികൾ, ഫ്രൂയിഡിൻ്റെ തെറാപ്യൂട്ടിക് മെത്തേഡുകളൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് 6th യൂണിറ്റ്. ആൻഡ് 7th യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് നിയോ ഫ്രൂയിഡിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. നിയോ ഫ്രൂയിഡിയൻസ് പറയുന്നത് ഒരു കാലത്ത് ഫ്രൂയിഡിനെ സപ്പോർട്ട് ചെയ്തിരുന്ന, ഫ്രൂയിഡിൻ്റെ തിയറിയെ ശരിയാണെന്ന് വാദിച്ചിരുന്ന, എന്നാൽ ചില കാരണങ്ങളാൽ ഫ്രൂയിഡിനിൽ നിന്ന് ചില കാര്യങ്ങളിൽ വിയോജിപ്പുള്ള അതുകൊണ്ട് അവരുടേതായ രീതിയിൽ ഈ ഒരു ഫ്രൂയിഡിൻ്റെ തിയറിയിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് തിയറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ ആണ് നമ്മൾ നിയോ ഫ്രൂയിഡിയൻസ് എന്ന് പറയുക. സോ ഇതാരൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് 7th യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 ദ ബിഹേവിയറൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് ആണ്. ബിഹേവിയറൽ സൈക്കോളജിസ്റ്റുകളെ കുറിച്ചും ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചും അതേപോലെ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് എന്താണ്, ഇതെങ്ങനെയാണ് സൈക്കോളജിയുടെ ഒരു വളർച്ചയിൽ സഹായിച്ചിട്ടുള്ളത് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 4 യൂണിറ്റുകളാണുള്ളത്. യൂണിറ്റ് 8, 9, 10, 11 എന്ന് പറഞ്ഞിട്ട് 8th യൂണിറ്റിൽ നമ്മൾ അതായത് ഈ ഒരു ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ബിഹേവിയറിസത്തെ കുറിച്ചും അതിൽ വാട്സന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 9th യൂണിറ്റിൽ, അതായത് ഈ ഒരു ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റിൽ ലോജിക്കൽ പോസിറ്റിവിസവും ഓപ്പറേഷനിസവും കാര്യങ്ങളൊക്കെ, അതായത് ഹള്ളിൻ്റെയും തോംസന്റെയും സ്കിന്നറിൻ്റെയും ഒക്കെ തിയറികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി യൂണിറ്റ് 10 ഗസ്റ്റാൾ സൈക്കോളജി, എന്താണ് ഗസ്റ്റാൾ സൈക്കോളജി, അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 11 വരുന്ന സമയത്ത്
ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയെക്കുറിച്ചും എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 11 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ബ്ലോക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബിഹേവിയറിസത്തിൻ്റെ ഏകദേശം എല്ലാ തിയറികളും അതേപോലെ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സിൽ വരുന്ന എല്ലാ തിയറീസും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നു. അടുത്തത് ലാസ്റ്റ് ബ്ലോക്കാണ് ബ്ലോക്ക് 5, ട്രെൻഡ്സ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ മോഡേൺ സൈക്കോളജി. നമ്മളെ കറണ്ട് മോഡേൺ സൈക്കോളജിയിലുള്ള ഇപ്പം നടക്കുന്ന മെയിൻ ട്രെൻഡി ആയിട്ടുള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ, ഏരിയാസ്, അതേപോലെ മെയിൻലി ഇപ്പം നിൽക്കുന്ന കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പോസിറ്റീവ് സൈക്കോളജി, ക്രോസ് കൾച്ചറൽ സൈക്കോളജി, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസം പോലെയുള്ള പുതിയ ഫെമിനിസ്റ്റ് സൈക്കോളജി അല്ലെങ്കിൽ ഫെമിനൈൻ സൈക്കോളജി പോലെയുള്ള പുതിയ പുതിയ ഏരിയാസ് ഓഫ് സൈക്കോളജിയും അതേപോലെ നമ്മുടെ ഇപ്പം കറൻ്റ്ലി കറൻ്റ് ട്രെൻഡിലുള്ള ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയാസുമാണ് ഈ ഒരു ബ്ലോക്ക് 5-ലെ 2 യൂണിറ്റുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിക്കൽ തോട്ടിൽ നമുക്ക് ഡിസ്കസ് അല്ലെങ്കിൽ നമുക്ക് ഉള്ള ബ്ലോക്കുകളും യൂണിറ്റുകളും കൺസെപ്റ്റുകളും. ദ ഹോൾ പേപ്പർ ഈസ് അബൌട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഹിസ്റ്ററി, എങ്ങനെയാണ് സൈക്കോളജി ഉണ്ടായി വന്നിട്ടുള്ളത്, ഈ ഒരു സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ഏതൊക്കെ സൈക്കോളജിസ്റ്റുകൾ ഏതൊക്കെ പേഴ്സ്പെക്റ്റീവുകൾ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തു, എന്തൊക്കെ ഉണ്ടായിരുന്നു, ആൻഡ് കറൻ്റ്ലി എന്തൊക്കെ ട്രെൻഡുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയ ഉണ്ടായി വന്നിട്ടുള്ള പെർസ്പെക്റ്റീവുകളും പുതിയ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഹോൾലി നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു പേപ്പറിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ലെസണുകളിലായിട്ട് കാണാം. സോ ഹാവ് എ നൈസ് ഡേ.